കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് അജി കുഞ്ഞുമോൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജി, ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എളുപ്പമല്ല. ഈ പറഞ്ഞതുപോലെ കൃത്യമായ പരിശോധന നടത്തേണ്ടിയിരുന്നു. എത്രയൊക്കെ അവിടുത്തെ ആളുകൾ അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേയുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറയുമ്പോഴും അവരുടെ ജീവൻ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ചോദ്യമാകുന്നത്. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നു, കൃത്യമായി തന്നെ ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തേണ്ടിയിരുന്നു ഒക്കെയുള്ള ഇവിടെയൊക്കെ പരാജയം സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ് ഇന്നത്തെ ഒരു സംഭവത്തിൽ നിന്ന്. വലിയ പ്രതിഷേധം കോർപ്പറേഷന് മുന്നിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അജി, വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് അമൃത. കോർപ്പറേഷനുള്ളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസും BJPയും യൂത്ത് ലീഗും ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവാണ് SV സയ്യിദ് മുഹമ്മദ് ഷമീലാണ് എനിക്കൊപ്പമുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര കൗൺസിൽ യോഗം നാളെ വിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അത് മാത്രമല്ല ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഭരണപക്ഷം പ്രധാനമായി പറയുന്നത് ഈ കെട്ടിടത്തിന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയപ്പോൾ അവർ സ്റ്റേ കൊടുത്തിരുന്നു. സ്റ്റേ കൊടുത്തതിൻ്റെ പേരിലാണ് ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്, ഭരണപക്ഷം പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ഫിറ്റ്നസ് ഇല്ലാത്തൊരു ബിൽഡിങ്ങിൽ ലൈസൻസ് കൊടുക്കുന്നത് ഏതെങ്കിലും കോടതി പറയുമോ? അത് കോടതിയിൽ ബോധ്യപ്പെടുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ. കാരണം ഇവിടെ നമ്മൾ നിയമിക്കുന്ന വക്കീലന്മാരുടെ ചില ക്രെഡിബിലിറ്റി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ അഡ്വക്കേറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് വാദിച്ചതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടത്തിൽ ലൈസൻസ് കൊടുക്കണമെന്ന് ഏത് കോടതിയാണ് പറയുക? ഒരു കോടതിയും പറയില്ല. പക്ഷേ അത് ബോധ്യപ്പെടുത്തുന്നതിലാണ് കാര്യം. അവിടെയും നമ്മൾ പരാജയപ്പെടുക. രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വക്കീലന്മാരെ പോലും നിയമിക്കുന്നത്. അത്യാവശ്യം വല്ല വിവരമുള്ള വക്കീലന്മാരെ വെച്ചാൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം കഴിവുള്ള വക്കീലന്മാരെ വെക്കണം. കോഴിക്കോട് നഗരത്തിൽ ഒട്ടനവധി കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെയും വലിയ തലത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും നിങ്ങൾ സ്വീകരിക്കുന്നത്? തീർച്ചയായും നമുക്കൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. നിർബന്ധമായും ഒരു ബിൽഡിംഗ് ഫിറ്റ്നസ് ഓഡിറ്റും അതുപോലെ തന്നെ വലിയ പ്രതിഷേധം കോർപ്പറേഷന് മുന്നിലും ഉണ്ടായിട്ടുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുൾപ്പെടെ പ്രതിപക്ഷ കൗൺസിലേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. അല്പസമയം മുമ്പ് വലിയൊരു യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചുൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ഏതായാലും കൃത്യമായ എന്തായിരിക്കും ഈ ഒരു അപകടത്തിന് കൃത്യമായ കാരണം, അല്ലെങ്കിൽ അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ ആ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.